സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡോഗ്സ് ആണ്. സോ ഡോഗ്സ് എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ കേട്ടിട്ടില്ല. ഹാർബർ എന്ന് പറഞ്ഞ വേർഡ് ആയിരിക്കും ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. ഓക്കെ, സോ ഹാർബർ എന്ന് പറഞ്ഞാൽ എന്താ? തുറമുഖം. തുറമുഖത്തിന് പറഞ്ഞ പേരാണ് ഹാർബർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഹാർബറിന്റെ ഒരു ചെറിയ പാർട്ടിന് പറഞ്ഞ പേരാണ് ഡോക്ക് എന്ന് പറയാം. സോ ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കാം. സോ ഇതാണ് ഡോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഈ ചെറിയ പാർട്ടിന് പറഞ്ഞ പേരാണ് ഡോക്ക് എന്ന് പറഞ്ഞത്. സോ ഈ പോർഷനിലാണ് നമ്മൾ ഷിപ്പ് വന്നിട്ട് ലോഡ് ചെയ്യുന്നതും അൺലോഡ് ചെയ്യുന്നതും എല്ലാം ഈ പോർഷനിലായിരിക്കും. ഓക്കെ, സോ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ പറയുന്നത് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഡോഗ്സ് വരുന്ന പോർഷൻ ആണ് മെയിനായിട്ട് ഹാർബർ എന്ന് പറയുന്നത്. സോ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കുന്നുണ്ട്. സോ ഡോഗ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഷിപ്പിനെ ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എൻക്ലോസ്ഡ് ഏരിയ പറഞ്ഞ പേരാണ് ഡോക്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. So dogs, these are enclosed areas for berthing the ships to keep them afloat at a uniform level. ഓക്കെ, സോ ഷിപ്പിനെ ബർത്ത് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എൻക്ലോസ്ഡ് ഏരിയ പറഞ്ഞ പേരാണ് ഡോഗ്സ് എന്ന് പറഞ്ഞാൽ. സോ അവിടെ എങ്ങനെയായിരിക്കും വാട്ടർ ലെവല്? യൂണിഫോം ലെവലിലായിരിക്കും നമ്മൾ വാട്ടർ ലെവലിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തിനാണ് കൊടുക്കുന്നത്? കറക്റ്റായിട്ട് ഷിപ്പ് ബർത്ത് ചെയ്ത് നിൽക്കാൻ വേണ്ടിയായിരിക്കും നമ്മൾ യൂണിഫോം ലെവലോ വാട്ടർ ലെവലിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഷിപ്പിന് വാട്ടർ ലെവലിന് മുകളിലുള്ള ഭാഗത്തിനെക്കാട്ടിലും കൂടുതൽ ഡെപ്ത് താഴോട്ടുണ്ട്. അതുകൊണ്ട് അത്രയും ലെവലിൽ വാട്ടറിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയെങ്കിൽ മാത്രമേ ഷിപ്പിനെ എവിടെ ബർത്ത് ചെയ്ത് നിർത്താനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഡോഗ്സ് എന്തിനാ യൂസ് ചെയ്യുന്നത് നോക്കാം. സോ ടു ഫെസിലിറ്റേറ്റ് ലോഡിങ് ആൻഡ് അൺലോഡിങ് ഓഫ് കാർഗോ ആൻഡ് പാസഞ്ചേഴ്സ്. സോ കാർഗോസിനെയും പാസഞ്ചേഴ്സിനെ ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനായിട്ടായിരിക്കും മെയിനായിട്ട് നമ്മൾ ഡോഗ്സ് യൂസ് ചെയ്യുന്നത്. ദീസ് ആർ ഓൾസോ നോൺ ആസ് ഹാർബർ ഡോഗ്സ്. സോ ഡോഗ്സിന്റെ മറ്റൊരു പേരെന്താണ്? ഹാർബർ ഡോഗ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ഡോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പിനെ ബർത്ത് ചെയ്ത് നിർത്താൻ വേണ്ടിയും അതുപോലെ തന്നെ ലോഡ് ചെയ്യാനും അൺലോഡിങ്ങിന് വേണ്ടിയായിരിക്കും മെയിനായിട്ട് ഡോഗ്സ് യൂസ് ചെയ്യുന്നത്. സോ ഡോഗ്സിന്റെ മറ്റൊരു പേരാണ് ഹാർബർ ഡോഗ്സ് എന്നായിരിക്കും നമ്മൾ പറയുന്നത്. ഓക്കെ, സോ എന്താണെന്ന് മനസ്സിലായോ? ഇനി ഡോഗ്സിന്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ദ മെയിൻ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഡോഗ്സ് ആർ ഏതൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് വെറ്റ് ഡോഗ്, സെക്കൻഡ് വൺ ഈസ് ഡ്രൈ ഡോഗ്. സോ വെറ്റ് ഡോഗ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് എന്തായിരിക്കും? അവിടെ വാട്ടർ കണ്ടന്റ് കാണും, അതിനാണ് വെറ്റ് ഡോഗ് എന്ന് പറയുന്നത്. ഡ്രൈ ഡോഗ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ കണ്ടന്റ് ആബ്സെന്റ് ആയിരിക്കും, അതാണ് ഡ്രൈ ഡോഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ജസ്റ്റ് ആ പേരൊന്ന് മനസ്സിലാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് അത് എഴുതാനായിട്ട് പറ്റും. ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ലെങ്കിലും ജസ്റ്റ് അതെന്താണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ട് പേര് നല്ലപോലെ ഓർത്തു വെക്കുക. സോ വെറ്റ് ഡോഗ് എന്താണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു ഡോഗിനെ രണ്ടായി ഡിവൈഡ് ചെയ്യാം, വെറ്റ് ഡോഗ് ആൻഡ് ഡ്രൈ ഡോഗ്. സോ അതിനകത്ത് ഫസ്റ്റ് വെറ്റ് ഡോഗ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബർത്തിങ് ഓഫ് വെസൽസ്. സോ ഷിപ്പിനെ അല്ലെങ്കിൽ വെസൽസിനെ ബർത്ത് ചെയ്ത് നിർത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന എൻക്ലോസ് ഏരിയ പറഞ്ഞ പേരാണ് വെറ്റ് ഡോഗ് എന്ന് പറഞ്ഞത്. സോ വെസൽസ്, ഹള്ള്, ഷിപ്പ്, ഈ മൂന്ന് പേരും സെയിം തന്നെയാണ് കേട്ടോ. സോ ഇനി ഹള്ളെന്ന് പറഞ്ഞാലും അത് വേറെയാണെന്ന് വിചാരിക്കരുത്, ഷിപ്പ് തന്നെയാണെന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ വെറ്റ് ഡോഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഷിപ്പിനെ ബർത്ത് ചെയ്ത് നിർത്താൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നത്. ടു ഫെസിലിറ്റേറ്റ് ലോഡിങ് ആൻഡ് അൺലോഡിങ് ഓഫ് കാർഗോസ് ആൻഡ് പാസഞ്ചേഴ്സ്. സോ കാർഗോസിനെ അതുപോലെ പാസഞ്ചേഴ്സിനെ ലോഡ് ചെയ്യാനും അൺലോഡ് ചെയ്യാനായിരിക്കും മെയിനായിട്ട് നമ്മൾ വെറ്റ് ഡോഗ് യൂസ് ചെയ്യുന്നത്. ദീസ് ആർ എൻക്ലോസ്ഡ് ആൻഡ് ഷട്ട് ഓഫ് ബൈ എൻട്രൻസ് ലോക്ക് ടു മെയിൻറ്റെയിൻ എ ഫെയർലി യൂണിഫോം ലെവൽ ഓഫ് വാട്ടർ. ഓക്കെ, സോ ഈ ഡോക്കിൻ്റെ അകത്തോട്ട് നമ്മൾ സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് വാട്ടർ അല്ലെങ്കിൽ യൂണിഫോം ലെവൽ ഓഫ് വാട്ടറിന് എൻ്റർ ചെയ്തതിനു ശേഷം നമ്മൾ എന്താ ചെയ്യും? എൻട്രൻസ് അങ്ങ് ലോക്ക് ചെയ്യും. പിന്നെ അവിടെ വാട്ടർ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ വേണ്ടിയായിരിക്കും നമ്മൾ അങ്ങനെ എൻട്രൻസ് ലോക്ക് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, പ്രിവെന്റ്സ് റബ്ബിംഗ് ഓഫ് ഷിപ്സ് സൈഡ്സ് അഗൈൻസ്റ്റ് കോവേഴ്സ്. സോ ഈ എൻട്രൻസ് ക്ലോസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് അവിടെ സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് വാട്ടറിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തും. സോ അതിന്റെ ഫലമായിട്ട് ഷിപ്പിന്റെ സൈഡ് റബ്ബ് ചെയ്യുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും. സോ കോവോൾസ് എന്ന് പറഞ്ഞാൽ സൈഡ് വോൾസ് ആണ്. ആ വോൾസേല് ഷിപ്പ് റബ്ബ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഷിപ്പിന്റെ സൈഡ്സ് റബ്ബ് ചെയ്യുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ വെറ്റ് ഡോഗ് എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടന്റ് അവിടെ പ്രസന്റ് ആണെന്ന് തന്നെ വിചാരിക്കുക. സോ ഇതൊരു വെറ്റ് ഡോഗിന്റെ ഫിഗർ ആണ്. ഫിഗർ കണ്ടോ? ഇതൊരു വെറ്റ് ഡോഗിന്റെ ഫിഗർ ആണ്. വെറ്റ് ഡോഗ് ഇത് ഈ ഫുൾ ഏരിയയെ പറഞ്ഞ പേരെന്താണ്? ഹാർബർ എന്നാണ് പറയുന്നത്. ഫുൾ ഏരിയ പറഞ്ഞ പേരാണ് ഹാർബർ എന്നായിരിക്കും. സോ അതിൻ്റെ അകത്ത് ചെറിയ പാർട്ടാണ് ഡോക്ക് എന്ന് പറയുന്നത്. സോ ഞാൻ മാർക്ക് ചെയ്യുന്ന പോർഷൻ നോക്കിക്കേ. സോ ഈ പോർഷൻ ആണ് നമ്മുടെ ഡോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ പോർഷനിലാണ് നമ്മൾ ഷിപ്പ് വന്നിട്ട് ലോഡ് ചെയ്യുന്നതും അൺലോഡ് ചെയ്യുന്നത്. സോ ഈ ഫിഗറിൻ്റെ അകത്ത് കണ്ടോ ഒരു ഷിപ്പ് വന്നിട്ട് ഇവിടെ ബർത്ത് ചെയ്ത് നിൽക്കുന്ന കണ്ടോ? സോ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഏരിയ ആണ് ഡോക്സ് എന്ന് പറഞ്ഞാൽ. ആ ഡോക്കിൻ്റെ അകത്ത് വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിനെ വെറ്റ് ഡോക്ക് എന്നായിരിക്കും പറയുന്നത്. ഓക്കെ, ഇത് മനസ്സിലായോ? സോ ഇൻ കേസ് നിങ്ങൾ മറന്നുപോയാൽ ഈ ഫിഗർ മനസ്സിലുണ്ടെങ്കിൽ അത് എന്തെങ്കിലും ഒരു നമുക്ക് എഴുതാൻ പറ്റും. അതുകൊണ്ട് ഫിഗർ നല്ലപോലെ ഓർത്ത് വെക്കുക.
സോ ഡ്രൈ ഡോക്ക് എന്താണെന്ന് നോക്കാം. സോ ഡ്രൈ ഡോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഷിപ്പ് റിപ്പയർ, ക്ലീനിങ് ആൻഡ് പെയിന്റിംഗ് ഓഫ് ഷിപ്സ് ബോട്ടം, പ്രൊപ്പല്ലേഴ്സ്, റഡേഴ്സ് ആൻഡ് അതർ പാർട്സ് ബിലോ ദി വാട്ടർ ലെവൽസ്. സോ ഡ്രൈ ഡോക്ക് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഷിപ്പിന്റെ റിപ്പയർ, ക്ലീനിങ്, പെയിന്റിങ്ങിന് വേണ്ടിയായിരിക്കും മെയിനായിട്ട് ഡ്രൈ ഡോക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ. Enters the dock on addressing the water level inside the dock to that outside when the entrance gate is closed. So ഈ ഡോക്കിനകത്തോട്ട് നമ്മൾ സഫീഷ്യന്റ് എമൗണ്ട് വാട്ടറിനെ നമ്മൾ എൻട്രി ചെയ്യിപ്പിക്കും, എന്നിട്ട് എൻട്രൻസ് അങ്ങ് ക്ലോസ് ചെയ്യും, അല്ലെങ്കിൽ എൻട്രൻസ് ഗേറ്റ് അങ്ങ് ക്ലോസ് ചെയ്യും. സോ എന്തിനാണ് ഇതിൻ്റെ അകത്ത് വാട്ടറിനെ എൻട്രി ചെയ്യിപ്പിക്കുന്നത്? വെള്ളം ഉണ്ടെങ്കിലല്ലേ ആ ഡോക്കിന്റെ അകത്തോട്ട് നമുക്ക് ഷിപ്പിനെ കയറ്റാൻ പറ്റത്തുള്ളൂ, അല്ലാതെ നമുക്ക് കയറ്റാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് സഫീഷ്യന്റ് എമൗണ്ട് വാട്ടറിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിട്ട് എൻട്രൻസ് ഗേറ്റ് അങ്ങ് ക്ലോസ് ചെയ്യും. ഓക്കെ. The water inside the dock is pumped out, ship kept vertical and central by the shores between the ship sides. So, ഈ വാട്ടറിനെ എൻ്റർ ചെയ്തതിനു ശേഷം ഈ വാട്ടറിനെ നമുക്ക് എങ്ങനെയെങ്കിലും റിമൂവ് ചെയ്യണമല്ലോ. ആ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ആ വാട്ടറിനെ നമ്മൾ പമ്പ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. വാട്ടറിനെ പമ്പ് ചെയ്ത് കളയും, എന്നിട്ട് നമ്മൾ ഷിപ്പിനെ കറക്റ്റ് വെർട്ടിക്കലായിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത്. സോ ഇതാണ് ഡ്രൈ ഡോക്ക് എന്ന് പറഞ്ഞത്. സോ ഡ്രൈ ഡോക്ക് എന്ന് പറഞ്ഞാൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഷിപ്പിന്റെ റിപ്പയർ, ക്ലീനിങ്, പെയിന്റിങ് വർക്കിന് വേണ്ടിയായിരിക്കും മെയിനായിട്ട് ഡ്രൈ ഡോക്ക് യൂസ് ചെയ്യുന്നത്. സോ സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് വാട്ടറിനെ ഡോക്കിൻ്റെ അകത്തോട്ട് എൻട്രി ചെയ്തതിനു ശേഷം നമ്മൾ എൻട്രൻസ് ഗേറ്റ് ക്ലോസ് ചെയ്യും. അതിനുശേഷം ആ വാട്ടർ നമ്മൾ പമ്പ് ചെയ്തായിരിക്കും കളയുന്നത്. ഓക്കെ. സോ ഇതാണ് ഡ്രൈ ഡോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? സോ ഇതൊരു ഡ്രൈ ഡോക്കിന്റെ ഫിഗർ ആണ്. ഇത് ഡ്രൈ ഡോക്കിന്റെ ഫിഗർ ആണ്. കണ്ടോ, ഈ ഷിപ്പ് എൻ്റർ ചെയ്തതിനു ശേഷം ഇവിടുത്തെ വാട്ടർ കണ്ടന്റ് കണ്ടോ, പമ്പ് ചെയ്ത് അവർ കളഞ്ഞിരിക്കുന്നു. എന്തിനായിരുന്നു ഡ്രൈ ഡോക്ക് യൂസ് ചെയ്യുന്നത്? ഡ്രൈ ഡോക്ക് യൂസ് ചെയ്യുന്നത് പെയിന്റിങ്ങിന്, ക്ലീനിങ്, മെയിൻ്റെനൻസ് അങ്ങനെയുള്ള വർക്ക് ചെയ്യാൻ വേണ്ടിയായിരിക്കും മെയിനായിട്ട് നമ്മൾ ഡ്രൈ ഡോക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ ഡോക്കിനെ നമുക്ക് മെയിനായിട്ട് രണ്ടായി ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയായിരുന്നു? വെറ്റ് ഡോക്ക് ആൻഡ് ഡ്രൈ ഡോക്ക്. വെറ്റ് ഡോക്ക് എങ്ങനെയായിരുന്നു? വെറ്റ് ഡോക്ക് നമ്മൾ എൻട്രൻസ് ഗേറ്റിൻ്റെ അകത്തോട്ട് വാട്ടറിനെ സഫീഷ്യൻ്റ് ആയിട്ട് കയറ്റും. അതിനുശേഷം എൻട്രൻസ് ഗേറ്റ് നമ്മൾ ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒരു സഫീഷ്യൻ്റ് എമൗണ്ട് വാട്ടറിനെ ആയിരിക്കും അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത്. സോ എന്തിനായിരുന്നു വെറ്റ് ഡോക്ക് യൂസ് ചെയ്യുന്നത്? ലോഡിങ് ആൻഡ് അൺലോഡിങ്ങിന് വേണ്ടിയായിരിക്കും യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് നമ്മൾ പഠിച്ച ട്രൈ ഡോക്ക് ആണ്. ട്രൈ ഡോക്ക് എന്തിനാണ് യൂസ് ചെയ്തത്? നമ്മുടെ ഷിപ്പിന്റെ പെയിന്റിങ്, മെയിൻ്റെനൻസ് വർക്കിന് വേണ്ടിയായിരിക്കും മെയിനായിട്ട് നമ്മൾ ട്രൈ ഡോക്ക് യൂസ് ചെയ്തത്. ഓക്കെ. ഇതാണ് മെയിൻ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഡോക്ക് എന്ന് പറയുന്നത്. Okay.